നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓണാഘോഷ നിറവിൽ വിദ്യാലയങ്ങൾ ഓണാവധിക്ക് അടച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാണ് വിദ്യാലയങ്ങളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. പട്ടാമ്പി മേഖലയിലും ഓണാഘോഷ പരിപാടികൾ പൊടിപൊടിച്ചു. ഓണാഘോഷ നിറവിൽ വിദ്യാലയങ്ങൾ ഓണാവധിക്ക് അടച്ചു. ഓണപരീക്ഷയ്ക്ക് ശേഷമായിരുന്നു വിദ്യാലയങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. പട്ടാമ്പി മേഖലയിലെ മിക്ക വിദ്യാലയങ്ങളിലും ഓണാഘോഷം തകൃതിയായി. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളും ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടികളുടെ വൈവിധ്യങ്ങളായ ഓണക്കളികൾ അരങ്ങേറി. കസേരക്കളി, മുയൽച്ചാട്ടം, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, ടയർ റണ്ണിംഗ്, വടംവലി ഉൾപ്പെടെയുള്ള ഇനങ്ങളിലായിരുന്നു ആവേശകരമായ മത്സരം നടന്നത്. പായസത്തോടു കൂടിയ ഓണസദ്യയും ഒരുക്കിയിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം നടത്തി. വിവിധ ഓഫീസുകളെ പങ്കെടുപ്പിച്ച് നടന്ന പൂക്കള മത്സരത്തിൽ 10 ടീമുകൾ പങ്കെടുത്തു. തൃത്താല ICDS ടീം 1ാം സ്ഥാനം നേടി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് ടീം ബ്ലോക്ക് എഞ്ചിനീയർ വിഭാഗവും 2ാം സ്ഥാനം പങ്കിട്ടു. ബ്ലോക്ക് സാക്ഷരതാ മിഷൻ, ക്ഷീരവികസന വിഭാഗം എന്നിവ 3ാം സ്ഥാനവും നേടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, സെക്രട്ടറി ചന്ദ്രദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി ഓങ്ങല്ലൂർ പോക്കുപടിയിലും വള്ളൂർ 2ാം മൈൽസിലും വാഹനാപകടം. 2 പേർക്ക് പരിക്കുപറ്റി. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ പോക്കുപടിയിൽ കാർ നിർത്തിയിട്ട ടോറസ് ലോറിയിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കുപറ്റി. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികൾക്കാണ് പരിക്കുപറ്റിയത്. ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവർക്കും ഗുരുതര പരിക്കാണ് സംഭവിച്ചത്. കാർ പൂർണ്ണമായും തകരുകയും ചെയ്തു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിൽ നിയന്ത്രണം വിട്ട വാൻ മറിഞ്ഞ് അപകടം സംഭവിച്ചു. ആളപായമില്ല. മെഡിസിനുമായി വരികയായിരുന്ന വാനാണ് മറിഞ്ഞത്. കനത്ത മഴയിലായിരുന്നു സംഭവം. അമിത വേഗതയിൽ വന്ന വാൻ തെന്നി മറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. കൊപ്പം ഭാഗത്തുനിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്നു വാൻ. വാഹനത്തിൽ 2 പേർ ഉണ്ടായിരുന്നെങ്കിലും ഇവർക്ക് കാര്യമായ പരിക്കുകൾ സംഭവിച്ചില്ല. കുറ്റിപ്പുറം പാലത്തിന് സമീപം മിനി പാർസൽ ലോറി നിയന്ത്രണം വിട്ട് മുന്നറിയിപ്പ് ബോർഡിലും സംരക്ഷണ ഭിത്തിയിലും ഇടിച്ചു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം കുറ്റിപ്പുറം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം കുറ്റിപ്പുറം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. ഭിന്നശേഷി സഹോദരങ്ങളുടെ പുഞ്ചിരികളിൽ വിരിഞ്ഞ ഓണവിരുന്നായി ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം. ഭിന്നശേഷിക്കാരായ ഹസ്ന ഹിസാന, പ്രജ്വൽ, അർച്ചിത്, ദർശിത് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ സഹയാത്രയുടെ ഭാരം BK ഹരിനാരായണന് സമ്മാനിച്ചു. ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വസ്ത്രക്കിറ്റുകളും നൽകി. ഓണസമ്മാനമായി കൊരട്ടിക്കര GUP സ്കൂൾ 2002 ബാച്ച് ഇതൾ കൂട്ടായ്മ നൽകിയ 2 വീൽചെയറുകൾ സഹയാത്രയ്ക്ക് കൈമാറി. ഓണാഘോഷത്തോടൊപ്പം സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണന്റെ 81ാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. 2 തരം പായസത്തോടുകൂടിയ വിഭവസമൃദ്ധമായ ഓണവിരുന്നുമുണ്ടായി. ഡേ കെയർ അംഗങ്ങളുടെ തിരുവാതിര, വിവിധ കലാകായിക പരിപാടികൾ, സുനിൽ തൊഴിയൂർ നേതൃത്വം നൽകിയ അമാന ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ ഓണാഘോഷത്തിന് പൊലിവേകി. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് മെമ്പർ മാളിയേക്കൽ ബാവ,
ഷാജി പി കാസ്മി, പൊന്നുള്ളി മോഹനൻ, KC കുഞ്ഞൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ തുടങ്ങി ജനപ്രതിനിധികളും പ്രവാസി സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു. AP ശശി സ്വാഗതവും സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി നന്ദിയും പറഞ്ഞു. പട്ടാമ്പിയിൽ അയ്യങ്കാളി അനുസ്മരണം സംഘടിപ്പിച്ചു. പട്ടാമ്പി ലീഡേഴ്സിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷമാണ് പട്ടാമ്പി ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടത്തിയത്. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങിൽ വി സുഭദ്ര അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ M രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മാരാപ്പറമ്പിൽ ഫാമിലി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് എഞ്ചിനീയറും പാലക്കാട് ITI ഗവേഷകനുമായ ശരത് ചന്ദ്രന് സമ്മാനിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖരെയും ആദരിച്ചു. ഡോക്ടർ VC ഗീത, PP അമ്മുക്കുട്ടി, KP വേലായുധൻ, K സുബ്രഹ്മണ്യൻ, PV ഗിരിജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ നമുക്കൊരു ഇഷ്യൂ വന്നാൽ ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ഒരു വേദിയില്ല. അങ്ങനത്തെ വിഷയം വന്നപ്പോൾ പിന്നെ ഈ ബാബാ സാഹിബിന്റെയും അയ്യങ്കാളിന്റെയും നാരായണ ഗുരുവിന്റെയും എല്ലാം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അവരുടെ പോരാട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അങ്ങനെ ചിന്തയിൽ നിന്നാണ് ഒരു വാട്സപ്പ് ആധുനിക സംവിധാനമായ സോഷ്യൽ മീഡിയ സംവിധാനമായ വാട്സപ്പ് ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പട്ടാമ്പി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ പട്ടാമ്പി ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പട്ടാമ്പി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ അതിലെ ജനങ്ങളെ ഒന്ന് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിൽ തുടങ്ങിയതാണ് ഈ പട്ടാമ്പി ലീഡേഴ്സ്. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണികൾക്ക് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് P ബഷീർ പേങ്ങാട്ടിരി ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിന്റെ നെല്ലായ, വല്ലപ്പുഴ, കുൽക്കല്ലൂർ എന്നീ ബ്രാഞ്ചുകളിലാണ് സഹകരണ ഓണവിപണികൾ ആരംഭിച്ചിരിക്കുന്നത്. സഹകരണ ഓണവിപണി ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാനയുടെ അധ്യക്ഷതയിൽ ബാങ്ക് പ്രസിഡന്റ് P ബഷീർ പേങ്ങാട്ടിരി നിർവഹിച്ചു. 750ഓളം കാർഡിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് 17ഓളം ഐറ്റംസ് സബ്സിഡി സാധനങ്ങൾ, ഒരു 14ഓളം ഐറ്റംസ് സബ്സിഡി സാധനങ്ങളാണ്. 2-3 ഐറ്റംസാണ് സബ്സിഡി ഇല്ലാത്തതുള്ളൂ. എങ്കിലും ഈ പൊതു മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കിന് അതിൽ നഷ്ടം വന്നാലും ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ വല്ലപ്പുഴ സർവീസ് ബാങ്ക് എന്നും മുന്നിലുണ്ടാവും. പൊതു കർഷകരിൽ നിന്ന് നേരിട്ട് നമ്മൾ പോയി ഏറ്റെടുത്ത് വെട്ടിക്കൊടുന്ന കായ്പലകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കർഷകർക്ക് തന്നെ മിതമായ അവർക്ക് മാർക്കറ്റിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കൊടുന്നത്. പൊതു മാർക്കറ്റിനേക്കാൾ വില കുറച്ചിട്ടാണ് ഇവിടുത്തെ സഹകാരികൾക്ക് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ഓണച്ചന്ത നമ്മളിവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി. ചടങ്ങിൽ മുൻ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ മുഹമ്മദ് അഷ്റഫ്, ഡയറക്ടർമാരായ K രാജീവ്, C അബ്ദുൽ സലാം, E ഉണ്ണികൃഷ്ണൻ, MK റംലത്ത്, ബാങ്ക് സെക്രട്ടറി P അഷ്റഫ് അലി, അസിസ്റ്റന്റ് സെക്രട്ടറി A മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു അവസരത്തിൽ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മുടെ ബാങ്ക് ഈ അവസരത്തിലും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ സാധാരണക്കാർക്ക് കുറഞ്ഞ വിലക്ക് ആവശ്യ സാധനങ്ങൾ ലഭ്യമാവുന്ന നടപടി ക്രമങ്ങളുമായി ബാങ്ക് മുന്നോട്ട് പോകാറുണ്ട്. പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ 17 ഐറ്റം സാധനങ്ങളും നേന്ത്രക്കായും കുറഞ്ഞ വിലയിലാണ് ഓണവിപണിയിൽ ലഭ്യമാക്കുന്നത്. കൂടാതെ സെപ്റ്റംബർ 1 മുതൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വിലക്കുറവിൽ പച്ചക്കറി ചന്തയും ആരംഭിക്കുന്നുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.